الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. لا حول ولا قوة إلا بالله العلي العظيم. സൂറത്തുൽ മുൽക്കില് അവസാനത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 24-ാമത്തെ ആയത്ത് മുതൽ 30 ആയത്ത് വരെ അവസാനം വരെ എടുക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കി ഭാഗം, കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് നാം എടുത്തത് ഖുൽ ഹുവല്ലദി അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. 23-ാമത്തെ ആയത്ത് അതായിരുന്നു. ഹുവല്ലദി അൻശഅകും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ, കേൾവി ശക്തിയും കാഴ്ചശക്തിയും, വൽ അഫ്ഇദത, ഹൃദയവും നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞ് ഖലീലമ്മ തഷ്കുറൂൻ, നിങ്ങൾ വളരെ കുറഞ്ഞ അറിവിൽ മാത്രമാണ് നന്ദി കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ തുടർന്നിട്ട് കുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക. ഇനിയുള്ള അധിക ആയത്തുകളും അങ്ങനെയാണ്. നബി അവരോട് പറഞ്ഞു കൊടുക്കുക. കുൽ കുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക. ഹുവല്ലദീ ദറാക്കും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ച് വ്യാപിപ്പിച്ചവൻ. ഫിൽ അർളി, ഭൂമിയിൽ. വ ഇലൈഹി, ആ അള്ളാഹുവിലേക്ക് തുഹ്ശറൂൻ, നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് എന്ന്. അപ്പോൾ കഴിഞ്ഞതിൽ നിങ്ങളെ അൻശഅക്കും, നിങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. ഇതിൽ ദറഅക്കുന്ന, ദറഅക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് തഫ്സീർ ജലാലൈനി കൊടുത്തുള്ളത്. ഹുവല്ലദീ ദറഅക്കും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ എന്നർത്ഥത്തിൽ. ഇവിടെ ഖലഖക്കും, സൃഷ്ടിച്ചു എന്നാണ്. പക്ഷെ ദറഅക്ക് അതിൻ്റെ കൂടെ സൃഷ്ടിക്കുക എന്നതിലപ്പുറം സൃഷ്ടിച്ച് ഭൂമിയിലെ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥതലം കൂടി അതിനുണ്ട്. അപ്പോൾ ദറഅക്കും ഫിൽ അർളി, ഭൂമിയിലെ നിങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. വ ഇലൈഹി, അള്ളാഹുവിലേക്ക് തുഹ്ശറൂൻ, നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് എന്ന്. എന്തിനു വേണ്ടി? തഫ്സീർ ജലാലൈനിയോടെ കൊടുത്തിട്ടുണ്ട് ലിൽ ഹിസാബി, വിചാരണക്ക് വേണ്ടി ആ അള്ളാഹുവിലേക്ക് തന്നെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അപ്പോൾ അള്ളാഹുവാണ് ഭൂമിയുടെ ഓരോരോ ഭാഗങ്ങളിൽ നിങ്ങളെ സൃഷ്ടിച്ച് റിസ്ക്, ഭക്ഷണം നൽകി പരിപാലിച്ചു പോരുന്നവൻ. ഇനി മരണശേഷം നിങ്ങളെല്ലാവരെയും ആ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് തന്നെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നതാണ്. അവിടെ ജലാലൈനി എടുത്തിൻ്റെ അപ്പുറം ഞാൻ തഫ്സീർ ഖുർത്തുബി എടുത്തു വെച്ചിട്ടുണ്ട്. തഫ്സീർ ഖുർത്തുബി ഐ ഖലഖക്കും ഫിൽ അർളി എന്നാണ്. ദറഅക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചു. ഖാലഹു ഇബ്നു അബ്ബാസ്, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന സഹാബാക്കളിൽ പ്രമുഖരായിരിക്കുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അള്ളാഹുവിന് പറഞ്ഞ അഭിപ്രായം ഇത് തന്നെയാണ്. ദറഅക്കും എന്ന് പറഞ്ഞാൽ ഖലഖക്കും ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. വക്കീൽ എന്ന ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് നഷറക്കും ഫീഹ വ ഫറക്കും അല ലഹീഹ. ദറഅക്കും എന്ന് പറഞ്ഞ അർത്ഥം നഷറ, വ്യാപിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. വ ഫറക്കും അല ലഹരിയ, ഭൂമിയുടെ മുകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിങ്ങളെ ആക്കി മാറ്റി. ഓരോ നാടുകളിലും അള്ളാഹു ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിലാക്കിയ ആളുകൾ, വ്യത്യസ്ത രാജ്യങ്ങളിലും ഭാഗങ്ങളിലും ഒക്കെ ആക്കിയത് അള്ളാഹുവാണ് എന്നുള്ളത്. അവിടെ തഫ്സീറുൽ വസീത്തും ഈ ആയത്തിന് കൊടുത്തിരിക്കുന്നത് വഖുല്ലഹും അയ്യുഹർ റസൂൽ കരീം അർ റഹ്മാനു വഹ്ദഹു ഹുവല്ലദീ ദറഅക്കും ഫിൽ അർദ്, അള്ളാഹുവാണ് ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ച് വ്യാപിപ്പിച്ചവൻ എന്ന്. അതിൻ്റെ അർത്ഥം തഫ്സീർ വസീത്തോടെ കൊടുക്കുന്നത് ഹുവല്ലദീ ഖലഖക്കും വബസ്സക്കും വകസ്സറക്കും ഫിൽ അർദ്. ഇതാണ് ഞാൻ മലയാളത്തിൽ ആദ്യം പറഞ്ഞ അതിൻ്റെ അർത്ഥം. ഹുവല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. വബസ്സക്കും, ബസ്സാർ എന്ന് പറഞ്ഞാൽ വ്യാപിപ്പിക്കുക എന്ന്. നിങ്ങളെ ഭൂമിയുടെ എല്ലാ ഭാഗത്തുമാക്കിയവൻ അവനാണ്. വകസ്സറക്കും ഫിൽ അർദ്, ഭൂമിയിൽ വർദ്ധിപ്പിക്കുക. കസ്സറ എന്ന് കഴിഞ്ഞാൽ വർദ്ധിപ്പിക്കുക എന്നാണ്. ജനസംഖ്യ വർധനവ് നടക്കുന്നതിൽ കസ്സറക്കും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങളെ വർദ്ധിപ്പിച്ചു അവനാണ്. ഇത് കാരണം അദ്ദർഉമാനാഹു അൽ-ഇക്സാറു മിനൽ മൗജൂദീന, ഉള്ളതന്നെ കൂടുതൽ ഉണ്ടാകുന്നതിന് ഇക്സാർ സംഭവിക്കുന്നതിനാണ് ദറഅ എന്ന് ഭാഷാർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ വ്യാഖ്യാനങ്ങൾ, പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ പറഞ്ഞ വ്യാഖ്യാനങ്ങളും ഭാഷാർത്ഥവും ചേർത്ത് പറയുമ്പോൾ ശരിക്ക് വസീത്ത് പറഞ്ഞ ആ ഒരർത്ഥം, നിങ്ങളെ സൃഷ്ടിച്ച് വ്യാപിപ്പിച്ചവൻ അവനാകുന്നു. ഓരോ ഭാഗങ്ങളിലായിട്ട് നിങ്ങളെ ധാരാളമായി വ്യാപിപ്പിച്ചവൻ അള്ളാഹു ആകുന്നു. അപ്പോൾ ഹുവല്ലദീ ദറഅക്കും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ച് വ്യാപിപ്പിച്ചവൻ ഫിൽ അർളി, ഭൂമിയിൽ.
ഇലൈഹി അള്ളാഹുവിലേക്ക് തുഹ്ശറൂൻ നിങ്ങളെ മടക്കപ്പെടുന്നതാണ്. തഫ്സീർ ജലാലൈനി ഹുവല്ലദീ ദറഅക്കും എന്ന് പറഞ്ഞാൽ ഖലഖക്കും നിങ്ങളെ സൃഷ്ടിച്ചവനവനാണ് ഫിൽ ഭൂമിയിൽ. ഇലൈഹി തുഹ്ശറൂന ലിൽ ഹിസാബി വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിലേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നതാണ്. ഇനി 25-ാമത്തെ അടുത്ത് വയഖൂലൂന മതാ ഹാദൽ വഅദ് ഇൻ കുന്തും സാദിഖീൻ. ഒരു സാധനം കേൾക്കുന്ന സമയത്ത് എതിരാളികൾക്ക് അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും. അപ്പോൾ അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, അള്ളാഹുവാണ് നിങ്ങളെ ഭൂമിയിൽ വ്യാപിപ്പിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് ഇലൈഹി തുഹ്ശറുൻ ആ അള്ളാഹുവിലേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾക്ക് നിന്ന് വരുന്നൊരു ചോദ്യമാണ് മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് ആ വാഗ്ദാനം ചെയ്യപ്പെട്ട സാധനം, ഒരുമിച്ച് കൂടുക, ശിക്ഷ വരിക എന്നുള്ളതൊക്കെ എപ്പോഴാണ് വരിക? ഇൻ കുന്തും സാദിഖീൻ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിങ്ങൾ സത്യം പറയുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരുമിച്ച് കൂടിയ കൂട്ടൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ ഇവിടെ തൊട്ടു മുമ്പ് വന്നിട്ടുള്ളത് പിന്നെ വൈലേഹി തുഹ്ശറൂൻ എന്നുള്ള ഹഷർ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. ഹഷർ, ജസാ, ഇഖാബ്, പുനർജീവിതവും പിന്നെ വിചാരണയും അതിന് പ്രതിഫലം കൊടുക്കലും മൂന്ന് കാര്യങ്ങളാണ് ഖുർആനിൽ മൊത്തത്തിലായിക്കൊണ്ട് പറയുന്നത്. ഒന്ന് ബഅസ് പുനർജീവിപ്പിക്കും എന്നുള്ളത്, രണ്ട് അതിനുശേഷം ഹിസാബ് വിചാരണ നടക്കും. ആ ഹിസാബാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ആ വിചാരണ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമോ നരകമോ കൊടുക്കുന്നു. മൂന്ന് കാര്യമുണ്ട്. അപ്പൊ ഈ അള്ളാഹുലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് വയഖൂലൂൻ അവർ ചോദിക്കുന്നു, അവർ പറയുന്നു, അവർ ചോദിക്കുന്നു, രണ്ടർത്ഥമുണ്ട്. അപ്പൊ വയഖൂലൂൻ അവർ ചോദിക്കുന്നു മതാ ഹാദൽ വഅദ് ഈ വാഗ്ദാനം ചെയ്തത് എപ്പോഴാണ്? ഇൻ കുന്തും സാദിഖീൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അവിടെ തഫ്സീർ ജലാലൈനി കൊടുക്കുന്നത് വയഖൂലൂന ലിൽ മുഅ്മിനീന വിശ്വാസികളോട് അവിശ്വാസികൾ ചോദിക്കുന്നു, ഇത് കേൾക്കുന്ന അവര് ഒന്ന് ചോദിക്കാണ് മതാ ഹാദൽ വഅദ് വഅദുൽ ഹശർ ഒരുമിച്ച് കൂട്ടുമെന്നുള്ള വാഗ്ദാനം അത് എപ്പോഴാണ് എന്ന് ചോദിക്കുന്നു. ഇൻ കുന്തും സാദിഖീന ഫിഹി നിങ്ങൾ ആ വാക്കിൽ സത്യസന്ധരാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത്. അവിടെ തഫ്സീർ വസീത്ത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അൽ മഖ്സൂദ് ബിഹി മാ അഖ്ബറഹും ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഈ വെറും വാഗ്ദാനം ചെയ്തത് എപ്പോഴാണ് അറിയുമ്പോൾ ഹശ്റിൽ മാത്രം ഒതുക്കണമെന്നില്ല. അവരോട് അതുകൊണ്ടുള്ള ഉദ്ദേശം നബി തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. എന്ത് മിൻ അന്ന ഹുനാക ബഅസൻ അവിടെ ഒരു പുനർജീവിതമുണ്ട്, വഹിസാബൻ വിചാരണയുണ്ട്, വജസാൻ പ്രതിഫലമുണ്ട്. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നൽ ആഖിബത വന്നസ്റുൽ മുഅ്മിനീൻ അവസാന വിജയവും സഹായവും വിശ്വാസികൾക്കാണ് കിട്ടുക എന്നുള്ളതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മതാ ഹാദൽ വഅദ് ഈ ശിക്ഷ എപ്പോഴാണ് എന്ന് ചോദിക്കാണ്. അതായത് അവിടെ വ്യാഖ്യാനം കൊടുക്കുകയാണ് വസീത്ത് വയഖൂലു ഹൗലായിൽ ജാഹിദൂന ലിർറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, വലിയ അസ്ഹാബി സഹാബാക്കളെയും നിഷേധിക്കുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്. അലാ സബീലി തഹക്കുമി പരിഹാസ രൂപേണ അവരറിയാൻ വേണ്ടി ചോദിക്കല്ല, പരിഹസിച്ചുകൊണ്ട് ചോദിക്കുക. വലിയ ഇസ്തിഹ്സാ തഹക്കും എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുക, പരിഹസിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ പരിഹസിച്ചുകൊണ്ട് നിഷേധികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബാക്കളോടും ചോദിക്കുന്നുണ്ട് മത്താ യഖൗ ഹാദല്ലദീ തുഖ്ബിറൂനന അൻഹു നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരുന്നത് ഈ ശിക്ഷ എപ്പോഴാണ് വരിക? മിനൽ ബഅസി പുനർജീവിതം എപ്പോഴാണ്? വൽ ഹിസാബ് വിചാരണ എപ്പോഴാണ്? വൽ ജസായി പ്രതിഫലം എപ്പോഴാണ്? അപ്പോൾ ഓരോ വിഷയങ്ങൾ ഓരോ ആയത്തുകളിലും ഇങ്ങനെ ഇറങ്ങുന്ന സമയത്തും അതിൽ പുനർജീവിതത്തിൻ്റെ വർത്തമാനങ്ങൾ ഉണ്ടാകും, അവർക്ക് ശിക്ഷ കൊടുക്കുമെന്നുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകും, അവരെ വിചാരണ ചെയ്യുമെന്നുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവരതിൽ നിന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മത്താ ഹാദൽ വഅദ് ഈ വാഗ്ദാനം ചെയ്തതൊക്കെ എപ്പോഴാണ് വരിക? ഇൻകുന്തു സാദിഖീൻ നിങ്ങൾ സത്യമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പരിഹസിച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ് വയഖൂലൂന അവർ ചോദിക്കുന്നു ലിൽ മുഅ്മിനീന വിശ്വാസികളോട് മത്താ ഹാദൽ വഅദ് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ടത് എപ്പോഴാണ് വരിക? വഅദൽ ഹശ്രി മടക്കപ്പെടുമെന്നുള്ള ആ വാഗ്ദാനം. ഇൻകുന്തും സാദിഖൂന ഫീഹി നിങ്ങൾ അവർ സത്യമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ എന്ന്. ഈ ശിക്ഷയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ഉമ്മത്തിനെ അങ്ങനെ ഒന്നിച്ച് നശിപ്പിക്കരുതേ എന്ന്. അതേസമയം മുൻഗാമികളുടെയൊക്കെ ചരിത്രത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവർ പരിഹസിച്ചുകൊണ്ട് ചോദിക്കും, വേഗം വരട്ടെ എന്നൊക്കെ പറയും. എന്നാലാണെങ്കിലോ അവർക്ക് ഒരു സമയമാകുമ്പോൾ അത് വരികയും ചെയ്തിട്ടുണ്ട്. ഓ പുനർജീവിത ശിക്ഷയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന ഉദാഹരണം ഏറ്റവും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉദാഹരണം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫിർഔന് ഞാനാണ് വലിയ തമ്പുരാൻ എന്ന് പറഞ്ഞ് ധിക്കാരത്തിൻ്റെ വർത്തമാനങ്ങളാണ് പറഞ്ഞിരുന്നത്.
ആ പെരുമാറ്റവും അഹങ്കാരിയുടെ വലിയ അഹങ്കാരിയുടെ പെരുമാറ്റമാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ എപ്പോഴാണ് ശിക്ഷ വരിക എന്നുള്ള ആ ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അനുയായികളുടെയും പിറകെ വന്ന് അവസാനം നദിയിൽ മുങ്ങിപ്പൊങ്ങുന്ന സമയത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്, ആമന്നാ ബി റബ്ബി മൂസ വ ഹാറൂൻ, മൂസാ നബിയും ഹാറൂൻ നബിയും പറയുന്ന ആ റബ്ബിൽ ഞാൻ വിശ്വസിക്കാൻ പോവുകയാണ് എന്നുള്ളത്. പക്ഷേ ആ സമയം ആ വാക്ക് റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ സമയമായതുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് സാധിച്ചില്ല എന്നാണ്. തൗബക്ക് അവസരമുണ്ട്. ഇപ്പം നമുക്കൊക്കെ ആരോഗ്യത്തിലാണ്, സമയത്താണ്, നമുക്കൊക്കെ തൗബ ചെയ്യാം. ഏതുവരെ തൗബ ചെയ്യാൻ പറ്റുള്ളൂ? മാലം യുഗർഗിർ എന്ന ഹദീസിൽ ഉപയോഗിച്ചിട്ടുള്ളത് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ. ഗർഗറത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ, റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ, അപ്പം നമുക്ക് അതുവരെ ബോധ്യമില്ലാത്ത പലതും ബോധ്യപ്പെടും, അതുവരെ ഉൾക്കൊള്ളാത്ത പലതും ഉൾക്കൊള്ളും. പക്ഷെ ആ സമയത്ത് തൗബ ചെയ്തിട്ട് കാര്യമില്ല, തൗബയുടെ സമയം കഴിഞ്ഞു പോയിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ സമൂഹത്തിനും ശിക്ഷ വന്നിട്ടുണ്ട്. ശിക്ഷ വരുന്നതിൻ്റെ മുമ്പ് എപ്പോഴാണ് ശിക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കും. എല്ലാ ടീമും ശിക്ഷ നേരിട്ട് വരുന്ന സമയത്തോ ചില സമൂഹത്തിന് അട്ടഹാസ രൂപത്തിൽ വന്നിട്ടുണ്ട്. വേറെ ചില സമൂഹത്തിന് പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തല കീഴ ഏരിയ തന്നെ തലകീഴായി മറിക്കപ്പെട്ടിട്ടുണ്ട്. കൽമഴകൾ വർഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാതിരി കൊടുങ്കാറ്റുകൾ വന്നുകൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്. ഓരോ സമൂഹത്തിനും ഓരോ രീതിയിലാണ്. പക്ഷെ അതായി വരുന്നതിന് മുമ്പ് അവരിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും, നിങ്ങൾ പറയുന്നത് ശിക്ഷ സത്യമാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ പുനർജീവിതം, അതിൻ്റെ സമയമുണ്ട്, അപ്പോഴാണ് നടക്കുക. അതെപ്പോഴാണ് എന്നുള്ളതോ വിചാരണ എപ്പോഴാണ് എന്നുള്ളതൊക്കെ ചോദിക്കുക എന്നുള്ളത് അതൊക്കെ ഒരു പരിഹാസ രൂപേണ ചോദിക്കുന്നതാണ്. മത്താഹാദൽ വാഴ്ത്തും, എപ്പോഴാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ വരിക? ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണ് എന്നുണ്ടെങ്കിൽ. ഖുൽ, നബി അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഇന്നമൽ ഇൽമു, തീർച്ചയായിട്ടും അതുകൊണ്ടെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഇന്നമാന, തീർച്ചയായിട്ടും ഞാൻ, എൻ്റെ ദൗത്യം എന്താണ്? നദീറുൻ, മുന്നറിയിപ്പുകാരനാണ്. മുബീൻ, വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ്. ഓരോരുത്തർക്കും അവരുടേതായ ഡ്യൂട്ടികളുണ്ടാകും. അള്ളാഹു പിന്നെ എപ്പോ ഖിയാമത്ത് നാൾ, ലോകാവസാനം സംഭവിക്കും, ആ ലോകാവസാനം കഴിഞ്ഞിട്ട് ഖബറിൽ എത്ര നാൾ, അത് കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങൾക്ക് ശേഷം പുനർജീവിതം ഉണ്ടാകും, ഹിസാബ് വിചാരണ ഏത് സമയത്ത് എവിടെ വെച്ചായിരിക്കും, അതിനുശേഷം സ്വർഗനരകങ്ങളിലേക്ക് വിടലെപ്പോഴായിരിക്കും, ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. അത് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടില്ല, എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളത് പങ്കുവച്ചിട്ടില്ല. അതിൽ നിന്ന് ഓരോന്നിനും അടയാളങ്ങൾ, അന്ത്യനാളിന് മുമ്പ് പ്രത്യക്ഷപ്പെടുന്ന, പിന്നെ കുറേ മുമ്പ് പ്രത്യക്ഷപ്പെടുന്ന അടയാളങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. അടുത്ത് സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന അടയാളങ്ങളുണ്ട്, പ്രധാനപ്പെട്ട അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ സൂചനകളും കാര്യങ്ങളും പറഞ്ഞു തന്നു എന്നല്ലാതെ ഇൽമ്, അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ഇന്ദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഇന്നമാന നദീർ, ഞാൻ നദീർ മുബീൻ, വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം അത് മുന്നറിയിപ്പ് കൊടുക്കലാണ്. നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കണം, അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ ശിക്ഷയാണ് എന്നുള്ള മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. അപ്പോൾ കുൽ, നബിയെ പറയുക, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, അതിനെക്കുറിച്ചുള്ള വിവരം ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഇന്നമാ അന, തീർച്ചയായിട്ടും ഞാൻ, നദീറും മുബീൻ, മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക. അവിടെ ചില ഇനി ഇന്നമൽ ഇൽമു ബി മജീഹി, അത് വരലുകൊണ്ടുള്ള അറിവ്. മജീഹ് എന്ന് പറഞ്ഞ വരവ്. അപ്പൊ അന്ത്യനാള് വരെ എപ്പോൾ സംഭവിക്കും, അല്ലെങ്കിൽ വിചാരണ എപ്പോൾ സംഭവിക്കും, ഒരുമിച്ച് കൂട്ടൽ എപ്പോൾ സംഭവിക്കും, അതൊക്കെ വരലുകൊണ്ടുള്ള ഇൽമ് ഇന്ദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഇന്നമാന നദീർ മുബീൻ, ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ്. ബയ്യിനുൽ ഇൻദാരി, വ്യക്തമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നവനാണ്. ബയ്യിൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട്, അല്ല ഇൻദാർ മുന്നറിയിപ്പ്. അപ്പൊ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്ന മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഞാൻ. അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാകുന്നു. ഈ മാത്രം എന്നുള്ളത് അവിടുന്ന് ഇന്നമ എന്നുള്ളതാണ്. നഹബ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇന്നമ എന്നുള്ളത് അദാത്തു ഹസ്ർ എന്ന് പറയും. ഇന്നമക്ക് ശേഷം പറയുന്ന കാര്യങ്ങൾ അത് മാത്രമാണ് എന്നുള്ളൊരു ഹസ്റിന്റെ അർത്ഥം ഇന്നമക്ക് കിട്ടും. അപ്പോൾ ഇൽമ് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്, ഞാൻ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. അവിടെ രണ്ട് ഇന്നമ വന്നുകൊണ്ട് രണ്ടിലും മാത്രമാണ് എന്നുള്ള ആ ഒരു തുടക്കം. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. ചില കാര്യങ്ങൾ, നാളെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹു സംഭവിച്ച പോലെ പറയാറുണ്ട്.
അന്ന് സംഭവിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ എങ്ങനെയാവോ അത് അങ്ങോട്ട് കൃത്യമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവിച്ചിട്ടില്ല, പക്ഷേ തഹക്കുൽ വുഖൂആണ്, സംഭവിക്കും എന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. ആ ഉറപ്പുള്ള കാര്യം, സംഭവിച്ച കാര്യം പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, പറയാൻ പറ്റും. അങ്ങനെ ഇവിടെ അള്ളാഹു പറയാണ് ഫലമ്മ റഅൂഹു, അവർ അതിനെ കണ്ടപ്പോൾ, സുൽഫത്തൻ അടുത്തതായിട്ട്, നേർക്കുനേർ ശിക്ഷയെ കാണുന്ന സമയത്ത്, സീ അത്ത് വുജൂഹുല്ലദീന കഫറു, നിഷേധികളുടെ മുഖം വിവർണമായി പോയി. സി അറ മോശമായി പോയി, എന്നാണ് വിവർണമായി പോകും. ചില അനിഷ്ടകരമായ കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതിനോടുള്ള വിയോജിപ്പ് മുഖത്ത് പ്രത്യക്ഷപ്പെടുമ്പോഴാണ് സാ അൽ വുജൂഹു, മുഖം കറുത്തുപോയി എന്ന്, അല്ലെ മോശമായി പോയി എന്നൊക്കെ പറയാം. സാധാരണ വാക്കിനർത്ഥം മോശം എന്നാണ് ഒറ്റക്ക് പറയുമ്പോൾ. സാ മുഖം എന്നുള്ളത് വെച്ച് പറയുന്ന സമയത്ത് മുഖം വിവർണമായി പോവുക, അല്ലെങ്കിൽ മ്ലാനത, മുഖത്ത് മ്ലാനത നിറയുക എന്നൊക്കെയുള്ള അർത്ഥം വരും. അപ്പൊ സി അത് സാ അതിൽ നിന്ന് സിയത്ത്, സാധാരണ മോശമായി എന്നുള്ളത്. സാ അൽ വുജൂഹു എന്ന് പറഞ്ഞാൽ മുഖം മ്ലാനമായി പോയി എന്നുള്ളത്. അപ്പൊ സിയത്ത് വുജൂഹുല്ലദീന കഫറു, നിഷേധികളുടെ മുഖം മ്ലാനത നിറഞ്ഞു പോകുന്നതാണ്, മ്ലാനമായി പോകുന്നതാണ്, അല്ലെങ്കിൽ മോശമായി പോകും. വക്കീല, അവരോട് പറയപ്പെടുകയും ചെയ്യും. അന്ന് അവർ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ആ നരകം കാക്കുന്ന മലക്കുകൾ, ആ ഹാസിനികളായിരിക്കുന്ന മലക്കുകൾ പറയാണ്, പിന്നെ ഹാദല്ലദീ കുന്തും ബിഹി തദ്ദഊൻ, ഇതാണ് നിങ്ങൾ നിഷേധിച്ചിരുന്ന സംഭവം. ഹാദല്ലദീ, ഇതാകുന്നു, കുന്തും ബിഹി, ഈ ശിക്ഷയെ നിങ്ങൾ, തദ്ദഊൻ അദമുൽ വുഖൂ, സംഭവിക്കില്ല എന്ന് വാദിച്ചിരുന്ന, നിങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്ന, പിന്നെ പുനർജീവിതം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പുനർജീവിതം ഇപ്പം നിങ്ങളെ അനുഭവിച്ചതാണ്. ശിക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്, എപ്പോഴാണ് ശിക്ഷ, ഞങ്ങൾക്ക് വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പരിഹസിച്ചിരുന്ന് നിഷേധിച്ചിരുന്നത് ഇതാണ്. ഒരു ഖുറാനിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്, വംതിർ അലൈന ഹിജാറത്തും മിനസ്സമാൻ, ഞങ്ങളുടെ മേൽ ആകാശത്തുനിന്ന്, ഇത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ മേൽ ആകാശത്തുനിന്ന് കൽമഴ വർഷിച്ചു കൊള്ളട്ടെ എന്നൊക്കെ പറയുന്നു. ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പറയുകയാണ്. അപ്പൊ അതൊക്കെ ഇവിടുന്ന് പറയാം, പക്ഷെ നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത്, ഇത് യാഥാർത്ഥ്യമാകുന്ന സമയത്ത്, അവര് സീ അത്തൂജൂഹും, മുഖം വിവർണമായി പോയിട്ടുണ്ടാകും. വക്കീല, അവരോട് പറയപ്പെടുന്നതാണ് ഹാദല്ലദീ കുന്തും ബിഹി തദ്ദഊൻ, ഇതൊക്കെയാണ് നിങ്ങൾ നിഷേധിച്ചിരുന്ന, ഇത് തെറ്റാണ് എന്ന് വാദിച്ചിരുന്ന കാര്യങ്ങൾ ഇതാണ്. ഫലമ്മാ റഊഹു, അവിടെ ജലാലി പറയാണ് ഐ അൽ അദാബ, അദാബിനെ കണ്ടപ്പോൾ, ബഅദൽ ഹശ്രി, ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം, പുനർജീവിതത്തിന് ശേഷം അള്ളാഹു മഹ്ശറ, ലോകത്ത് ഒരുമിച്ച് കൂട്ടും, അതിനാണ് ഹഷർ എന്ന് പറയാം. അപ്പൊ ഹഷർ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം ശിക്ഷയെ നേർക്കുനേർ കണ്ടപ്പോൾ, സുൽഫത്തൻ എന്ന് പറഞ്ഞ കരീബൻ, വിചാരണയെ കുറിച്ച് പറയുന്ന ഹദീസിൽ ഇങ്ങനെ പറയും, അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്കെടുക്കുന്ന സമയത്തിൽ അള്ളാഹു ഒരു ഭാഗത്ത് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകം മറ്റൊരു ഭാഗത്ത്, ആ നരകം ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നു കൊണ്ട് മുമ്പിൽ ഇങ്ങനെ കാണുകയാണ് നേരെ ശിക്ഷ. അങ്ങനെ കാണുന്ന സമയത്ത്, മുമ്പ് നമ്മൾ ഖബർ ജീവിതമല്ല എന്ന് പറഞ്ഞു, പുനർജീവിതമല്ല എന്ന് പറഞ്ഞു, മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടൂല എന്ന് പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ സത്യമായി അനുഭവിച്ച് കാണുകയാണ്. ആ സമയത്ത് സീ അത്ത്, മ്ലാനമ്മ, ഇസ്വദ്ദത്ത് എന്നാണ്, കറുത്തുപോയി എന്നാണ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷത്തോടെ ഇരുന്നിരുന്ന മുഖം കറുത്തു പോകാറുണ്ട്. സന്തോഷത്തോടെ ഇരുന്നിരുന്ന മുഖം ദുഃഖം കൊണ്ട് ഘനീഭവിച്ചു പോകാറുണ്ട് എന്നൊക്കെ പറയാം. ഇസ്വദ്ദാറിന കറുത്തു പോയിന്നാ. സീ അത്ത്, മോശമായി പോയെന്ന, ഇസ്വദ്ദത്ത് വുജൂഹുല്ലദീന കഫറു, നിഷേധികളുടെ മുഖം കറുത്തു പോകുന്നതാണ്. മുഖം കറുപ്പ് എന്നുള്ളത് നമ്മൾ പിന്നെ ഇവിടെ അറബിയിൽ പോയിക്കോളുന്നത് മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ചെറു കാര്യം പറഞ്ഞ അവനെ മുഖം കറുപ്പിച്ചു പോയി അവൻ പറയും. അപ്പൊ എന്താണ് മുഖം കറുത്തു പോയി എന്ന് പറഞ്ഞാൽ അവന്റെ അനിഷ്ടം ആ മുഖത്ത് തന്നെ പ്രത്യക്ഷപ്പെടും എന്നർത്ഥം. അപ്പൊ സ്വദ്ദത്ത് വുജൂഹുല്ലദീന കഫറു, നിഷേധികളുടെ വജ്ഹ്, വുജൂഹ്, മുഖങ്ങൾ, സ്വദ്ദർ, കറുത്തു പോകുന്നതാണ്. വക്കീല, അവരോട് പറയപ്പെടും, അതായത് കാലൽ ഖസനത്തു ലഹും, കാവൽക്കാരായ മലക്കുകൾ അവരോട് പറയും, നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന അവിടെ ഹസനത്തുണ്ട്, നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകളുണ്ട്. ഷിദാദുൻ ഗിലാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും എന്ന ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ, അതിശക്തരായിരിക്കുന്ന, പരുഷ സ്വഭാവികളായിരിക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസ വഹിക്കുന്ന മലക്കുകൾ ആ നരകത്തിന് കാവൽ നിൽക്കുന്നുണ്ട്. ആ ഹാസിനികളെ, കാവൽക്കാരായിരിക്കുന്ന മലക്കുകൾ അവരോട് പറയും, ഹാദൽ ഐ അല്ലാതെ ഈ ശിക്ഷ, ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ശിക്ഷ ഉണ്ട്, അല്ലത് ഈ കുന്തും ബി ഇന്ദാരിഹി, ഇതിന്റെ മുന്നറിയിപ്പുകൾ
തദ്ദഊന അന്നക്കും ലാ തുബഅസൂൻ ലതി കുന്തും ബിഹി നബി എന്താ പറയുക, ഈ മുന്നറിയിപ്പുകളൊക്കെ സഹാബാക്കൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സ്വഹാബാക്കൾ മുന്നറിയിപ്പ് കൊടുത്തു. പിന്നീട് പണ്ഡിതന്മാർ ഈ മുന്നറിയിപ്പുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുന്നറിയിപ്പുകൾ വിശദീകരിച്ചുകൊണ്ടും ക്ലാസ് എടുത്തുകൊണ്ടൊക്കെ ഉണ്ടായി. ആ സമയത്ത് തദ്ദഊന, നിങ്ങൾ വാദിച്ചിരുന്നു, അന്നക്കും ലാ തുബഅസൂൻ, നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടൂല. അവിടെ വിചാരം പുനർജീവിച്ചാലല്ലേ ഉള്ളൂ മാഷറ ലോകത്ത് ഒരുമിച്ച് കൂട്ടാം. മാഷറ ലോകത്ത് ഒരുമിച്ച് കൂട്ടിയാലല്ലേ ഉള്ളൂ ഹിസാബ് വിചാരണക്ക് എടുക്കാൻ പറ്റുക. വിചാരണക്ക് എടുത്താലല്ലേ നിങ്ങൾക്ക് നരകത്തിൽ ഇടാൻ പറ്റൂ. അപ്പൊ ബഹസന്നല്ല, പുനർജീവിതം എന്നുള്ളത് തന്നെ ഇല്ല എന്ന് നിങ്ങൾ വാദിച്ചിരുന്നു മുന്നറിയിപ്പ് കിട്ടുന്ന സമയത്ത്. ആ സമയത്തിൽ അപ്പ നിങ്ങളോട് പറഞ്ഞ ശിക്ഷ ഇതാണ് എന്ന് പറയപ്പെടും. അപ്പൊ നരകത്തിലേക്ക് ഇടുമെന്ന് മാത്രമല്ല, ഇന്നിപ്പോ പുനർജീവിതം അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിടക്കുന്നത്. ഈ ദുനിയാവിൽ ജീവിതം അവസാനിച്ചു എന്ന് പറയുന്ന വിശ്വാസ സംഹിതകളാണ് ലോകത്ത് മറ്റു പല മതങ്ങളിലുള്ളത്. മനുഷ്യനിർമ്മിത മതങ്ങളിലൊക്കെ ഇതോടുകൂടെ അവസാനിച്ചു എന്നുള്ളതാണ്. അസമയം പരിശുദ്ധ ദീന്, അള്ളാഹു പഠിപ്പിച്ചു തന്ന ദീനുകളുടെ പ്രത്യേകത, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകത, ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു താൽക്കാലിക ഇബാദത്തിന്റെ അവസരം മാത്രമാണ്. ഇതിനു ശേഷം ഖബർ, ആലമുൽ ബർസഖിൽ ജീവിതമുണ്ട്. പിന്നെ പുനർജീവിതത്തിന് ശേഷം മാഷറ ലോകത്ത് ഒരുമിച്ച് കൂട്ടലുണ്ട്. എന്നിട്ട് ആണ് ജീവിതം ശരിക്ക് സ്വർഗത്തിലെ ശാശ്വതമായ ജീവിതങ്ങൾ, നരകത്തിലെ ശാശ്വതമായ ശിക്ഷകൾ. അത് രണ്ടുമാണ് ദീർഘമായി കിടക്കുന്നത്. ഇതൊക്കെ നൈമിഷികമായ, അതിനപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വളരെ ചെറിയ ജീവിതം മാത്രമാണ്. അപ്പൊ ഹാദല്ലദീ കുന്തും ബിഹി തദ്ദഊൻ, നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടൂല എന്ന് വാദിച്ചിരുന്ന ശിക്ഷ ഇതാണ്. ഹാദൽ അദാബു, ഈ ശിക്ഷ, അല്ലദീ കുന്തും ബിഹി, നിങ്ങൾ ഇതുകൊണ്ടായിരുന്നു നബി എന്താ ഈ മുന്നറിയിപ്പ് കൊണ്ട് തദ്ദഊന, ഇല്ല എന്ന് വാദിച്ചിരുന്നു, അന്നക്കും ലാ തുബഅസൂൻ, നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടൂല എന്ന് നിങ്ങൾ വാദിച്ചിരുന്ന ശിക്ഷ ഇതാണ്. വഹാദിഹി, ഈ പറയുന്ന സമയത്ത് ഇപ്പൊ ഇത് സംഭവിച്ചിട്ടില്ല. മരണശേഷം, പുനർജീവിതത്തിന് ശേഷം ശിക്ഷ നേരെ കാണുമ്പോഴുള്ള ഒരവസരമാണ് പറയുന്നത്. വഹദി ഹിക്കായത്തു ഹാലിൻ, ഇത് ഒരു ഹാലിനെ, ഒരവസ്ഥയെ ഉദ്ധരിക്കുകയാണ്, ഹിക്കായത്ത് ചെയ്യാണ്. തെത്തി, ആ അവസ്ഥ വരുന്നതാണ്. അബ്ബറ അൻഹ, അതിനെ തൊട്ട് ഇബാറത്തിട്ട് പറഞ്ഞു, ലഫ്ല് വേർഡിങ് ഉപയോഗിച്ചു, ബി തൊരീഖിൽ മുളി, കഴിഞ്ഞു പോയ കാര്യം പറയുന്നത് പോലെ. മല കഴിഞ്ഞു പോയി, മുദിയന കഴിഞ്ഞു പോയ സംഭവം, അതിൻ്റെ ത്വരീഖ്, ആ വഴിയിലൂടെ ഇത് ഇബാറത്ത് ഇട്ടിട്ടുകൊണ്ട്, ഇബാറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആഖ്യാനം, ലഫ്ലുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച വേർഡിങ്സുകൾ, ഇബാറത്ത് ഏതാണുള്ളത്, അത് കഴിഞ്ഞു പോയ സംഭവത്തെ പറയാം. ഫലം കണ്ട സമയത്ത് അവരുടെ മുഖം കറുത്തുപോയി, അവരോട് ഇങ്ങനെ പറയപ്പെട്ടു എന്നാണ്. സംഭവം സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരവസ്ഥയെ ഹിക്കായത്ത് ചെയ്ത് പറഞ്ഞു, എങ്ങനെ ബി ത്വരീഖിൽ മുളി, കഴിഞ്ഞു പോയത് പറയും പോലെ പറഞ്ഞു. എന്ത് കാരണത്താൽ? തഹഖുഖിഹ, സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായതുകൊണ്ട്. അവിടെ ജലാലിനിയുടെ കൃത്യമായിട്ട് പറയാണ്, ഫലമ്മ റാഹു സുൽഫത്തൻ സിയദ് വുജൂഹുല്ലദീന കഫറു, അവരുടെ മുഖങ്ങൾ കറുത്തു പോയി പറഞ്ഞാൽ പോയിട്ടില്ല, പകരം എന്താണ്, കറുത്തു പോകും. പക്ഷേ കറുത്തു പോയി എന്നുള്ള ഇബാറത്താണ് ഉപയോഗിച്ചത്, ആ വേർഡിങ്സ് ആണ് ഉപയോഗിച്ചത്. ലിത്തഹഖുഖിഹ, സംഭവിക്കും എന്ന് ഉറപ്പുണ്ടായ കാരണത്താൽ. ഇനി അടുത്ത ആയത്ത്, ഖുൽ അറഅയ്തും. അപ്പോൾ കഴിഞ്ഞ ആയത്തുകൾ നമ്മളോട് പറഞ്ഞു തരുന്നത് ശിക്ഷ അത് നേരെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മുഖങ്ങളൊക്കെ വിവരണമായി പോകും. എന്നിട്ട് നിങ്ങളെ ശിക്ഷയിലേക്ക് വലിച്ചെറിയുമ്പോൾ അതിൻ്റെ ഹസനത്ത്, കാവൽക്കാരയക്കുന്ന മലക്കുകൾ പറയും, ഇതാണ് ഭൂമിയിൽ നിങ്ങൾ നിഷേധിച്ചിരുന്ന സംഭവം എന്ന് പറയും. അവര്, അതായത് നിഷേധികളും വിശ്വാസികളും തമ്മിലുള്ള വർത്തമാനങ്ങളെക്കുറിച്ചും ശിക്ഷകളെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അവർ പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് സഹായം കിട്ടുമെന്ന് പറയുന്നുണ്ട്, വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, എപ്പോഴാ വരിക, എങ്ങനെ വരിക എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർ കാണുന്നത് കുറഞ്ഞ അളവിലുള്ള വിശ്വാസികൾ, അവർക്ക് ഇങ്ങനെ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നു, സമയമാകുന്ന സമയത്ത് മരണപ്പെട്ടു പോകുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സഹായം വരും, രക്ഷപ്പെടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് അത് എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന ആളുകളോട് നബിയെ നിങ്ങളൊന്ന് തിരിച്ചു ചോദിക്കുക, അള്ളാഹു ഞങ്ങളെ മരണപ്പെടുത്തി,
എന്നാൽ ഞങ്ങൾക്ക് ഹൈർ സ്വർഗ്ഗമാണ് നൽകാൻ പോകുന്നത്. അല്ല, ഞങ്ങളെ സഹായിച്ചു, ഞങ്ങൾക്ക് ഇവിടെ വിജയം നൽകി, എന്നാലും ഹൈറാണ് പോകുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടാലൊരു നന്മയെയാണ്. അതേസമയം നിങ്ങൾ വേദനാജനകമായ ശിക്ഷയല്ലാതെ അതിൽ നിന്ന് നിങ്ങളെ ആരാണ് രക്ഷപ്പെടുത്തുക എന്ന് ചോദിക്കുക. അതാണ് അർത്ഥം. കുൽ നബിയെ, അവരോട് പറയുക. അറഅയ്തും, നിങ്ങൾ പറഞ്ഞു തരീന്ന് പറയും. എന്താണ്? ഇൻ അഹ്ലകനി അല്ലാഹു, അള്ളാഹു ഞങ്ങളെ മരണപ്പെടുത്തി കഴിഞ്ഞാൽ. അഹിലക്കാരനെ നശിക്കുക എന്ന വേർഡിന്റെ അർത്ഥം ഇവിടെ ഉദ്ദേശം അതിന് ശേഷമുള്ളത് കൂടി ചേർത്ത് നോക്കുമ്പോൾ സന്ദർഭം എന്ന് പറയുന്നത് മരണപ്പെടുക എന്നാണ്. അള്ളാഹു ഞങ്ങളെ മരിപ്പിച്ചു കഴിഞ്ഞാൽ, അഹിലക്ക നീ, നീ അറിയുമ്പോ എന്നെ എന്നാണ്. എന്നെ അള്ളാഹു മരിപ്പിച്ചു കഴിഞ്ഞാൽ, വമമ്മ എന്റെ കൂടെയുള്ള സ്വഹാബാക്കളെയും അള്ളാഹു മരിപ്പിച്ചു കഴിഞ്ഞാൽ, ഔ റഹിമന, അല്ലെങ്കിൽ മരിപ്പിച്ചിട്ടില്ല, ഞങ്ങളോട് കരുണ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമിയിൽ വിജയം നൽകി, ഭൂമിയിലായിരിക്കുന്ന സമയത്ത് തന്നെ വിജയം നൽകി എന്ന് ചെയ്തു കഴിഞ്ഞാലും, രണ്ടവസ്ഥയായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മുടെ ജവാബോടെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടാലൊരു ഹൈറാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നിരിക്കൽ ദുന്യാവിലെ വിജയം, അതോടുകൂടെ ആഖിറത്തിലെ വിജയം, അല്ലെങ്കിൽ ദുന്യാവിൽ നിന്ന് മരണവും ആഖിറത്തിലെ വിജയവും. അപ്പൊ സ്വർഗം മരണപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ അവിശ്വാസികൾക്കാണ് ബേജാറാകേണ്ടത്. വിശ്വാസികൾ എന്തിനാണ് ബേജാറാകുന്നത്? കാരണം അവർക്ക് ഹുസ്നൈന്, സ്വർഗമാണ് അവരെ കാത്തിരിക്കുന്നത് മരണപ്പെട്ടു എന്നുണ്ടെങ്കിൽ. അല്ല, വിജയം വരിച്ചു എന്നുണ്ടെങ്കിലോ, ഇവിടെ ദുന്യാവിലെ വിജയവും തുടർന്നുള്ള മരണവും തുടർന്നുള്ള വിജയവുമാണുള്ളത്. അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഫമൻ യുജീറു, ആരാണ് സംരക്ഷിക്കുക, അൽ കാഫിരീന, നിഷേധികളെ, മിൻ അദാബിൻ അലിയും, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് ആരാണ് സംരക്ഷിക്കുക എന്ന് നബി അവരോട് ചോദിച്ചു നോക്കാം. കുൽ, അവരോട് പറയുക, അറഅയ്തും, പറഞ്ഞു തരും, ഇൻ അഹ്ലകനി അല്ലാഹു വമഅയി, എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും അള്ളാഹു മരിപ്പിച്ചു എന്നുണ്ടെങ്കിൽ, ഔ റഹിമൻ, അല്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചു എന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഞങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് വിജയം നൽകി എന്നുണ്ടെങ്കിൽ, അത് രണ്ടും ഞങ്ങൾക്ക് ഹൈറാണ്. ഫമൻ യുജീറുൽ കാഫിരീന, കാഫിരീങ്ങൾ ആരാണ് സംരക്ഷിക്കുക, മിൻ അദാബിൻ അലീം, അള്ളാഹുവിൻ്റെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന്. അവിടെ ജലാലൈനി വെച്ചിട്ട് തന്നെ അർത്ഥം പറയാം. കുൽ നബിയെ, നിങ്ങൾ പറയുക, അറഅയ്തും, എനിക്ക് പറഞ്ഞു, കുൽ എന്ന് പറഞ്ഞാൽ പറയുക എന്നർത്ഥം. അറഅയ്തു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞു തരിക. അപ്പോൾ അവരോട് പോയി നിങ്ങൾ പറഞ്ഞു തരും എന്ന് പറയാം. എന്താണ്? ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅി, എന്റെയും വമൻ മഅി എന്ന എൻ്റെ കൂടെയുള്ളവർ എന്ന അവിടെ ജലാലൈനി എഴുതുന്നുണ്ട് മിനൽ മുഅ്മിനീന, വിശ്വാസികളിൽ നിന്ന് എൻ്റെ കൂടെയുള്ളവരെയും എന്നെയും അള്ളാഹു നശിപ്പിച്ചു കഴിഞ്ഞാൽ, അവിടെ ബി അദാബിഹി കമാ തുഖ്സദൂൻ, തഫ്സീർ ജലാലൈനി ആ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. ബി അദാബിഹി, അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ട്, കമാ തുഖ്സദൂന, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ, അവരുദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ ഘട്ടത്തിലും നാശം വരും, എന്നിട്ട് അള്ളാഹു ഇറക്കിയ ശിക്ഷ കൊണ്ട് ഞങ്ങൾ നശിച്ചു പോകും എന്നുള്ളതാണ് ഓരോ ഘട്ടത്തിലും പ്രതീക്ഷിക്കുക. കമാ തുഖ്സദൂന, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ശിക്ഷ കൊണ്ട് മുഅ്മിനീങ്ങളെയും എന്നെയും എൻ്റെ കൂടെയുള്ള വിശ്വാസികളെയും അള്ളാഹു നശിപ്പിച്ചു കഴിഞ്ഞാൽ, ഔ റഹിമന, അല്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചു, ഫലം യുഅദ്ദിബന, ഞങ്ങളെ ശിക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഫമൻ യുജീറുൽ കാഫിരീന, ആ കാഫിര്യങ്ങൾക്ക് ആരാണ് സംരക്ഷണം നൽകുക, മിൻ അദാബിൻ അലീം, വേദനാജനകമായ, അദാബ് പറഞ്ഞ ശിക്ഷ, അലീം എന്ന് പറഞ്ഞ വേദനയുള്ള, അപ്പൊ ശക്തമായ വേദനയുള്ള ശിക്ഷയിൽ നിന്ന് കാഫിര്യങ്ങളെ, നിഷേധികളെ ആരാണ് സംരക്ഷിക്കുക? അള്ളാഹു ഞങ്ങളെ അവൻ്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അദാബ് കൊണ്ട് നശിപ്പിച്ചു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളോട് കരുണ കാണിച്ച് നശിപ്പിച്ച് ശിക്ഷയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ആരാണ് നിങ്ങളെ സംരക്ഷിക്കുക? ഇപ്പോൾ അള്ളാഹുവിൻ്റെ പോരാട്ടത്തിൽ പലപ്പോഴും ചില ആളുകൾക്കൊക്കെ മരണം വരിക്കേണ്ടി വന്നിട്ട്, ഷഹാദത്ത് വരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ബദറിൽ പങ്കെടുത്ത സഹാബാക്കളിൽ നിന്ന് അന്ന് മരണം വരിച്ച ഷുഹദാ ബദറുണ്ട്, ബദറിൽ ഷഹീദായ ആളുകൾ. അവർ ഒറ്റനോട്ടത്തിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് അവർക്ക് മരണം സംഭവിച്ചില്ല എന്നാണ്. പക്ഷെ അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ എന്താണ്, വലിയ ഉന്നത സ്ഥാനം നൽകിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്തവരോട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമല്ല, അള്ളാഹു നിങ്ങൾക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷഹാദത്തിൽ ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭാഗത്തുനിന്ന് കമാ തുക്സത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പറയുന്നത് അവരെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന സമയത്ത്, ഇവിടെ ഒരു പോരാട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അവിടെ അല്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചിട്ട് ശിക്ഷയൊന്നും കിട്ടാതെ പോയി, നിങ്ങളുടെ കാഴ്ചപ്പാട് കിട്ടാതെ പോയി എന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് അപ്പോ നന്മയാണ് കിട്ടാൻ പോകുന്നത്. എന്താണ്? ഷഹാദത്തിന് വലിയ പ്രതിഫലമാണ്. ആ വലിയ വലിയ പ്രതിഫലമാണ്, സ്വർഗമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. നീ അവിടെ മരണമൊന്നും സംഭവിക്കാതെ ഞങ്ങൾക്ക് അള്ളാഹു കരുണ കാണിച്ചുകൊണ്ട് ശിക്ഷയൊന്നും കിട്ടാതെ ഞങ്ങൾ വീണ്ടും വിജയം കിട്ടിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിലോ, ആ വിജയവും തുടർന്നും ഞങ്ങൾക്ക് എന്ത് തന്നെയാണ്? അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഹൈറാണ്. രണ്ടിലും ഹൈറാണ് വരുന്നത്.
അതേസമയം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ ആര് സംരക്ഷിക്കും എന്ന് അവരോട് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു നോക്ക്. തഫ്സീർ വസീത്ത് അവിടെ കഷാഫിന്റെ ഒരു ഉദ്ധരണി എടുത്തു വെച്ചിട്ടുണ്ട്. കാല സാഹിബുൽ കഷാഫി, കഷാഫ് എന്ന തഫ്സീറിന്റെ സാഹിബ് പറഞ്ഞു, കാന കുഫാറു മക്കത്തെ യദ്ദഊന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൽ മുഅ്മിനീന ബിൽ ഹലാക്ക്. മക്കയിൽ അന്നുണ്ടായിരുന്ന കുഫാറുകൾ വാദിക്കാറുണ്ടായിരുന്നു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്കും വഅലൽ മുഅ്മിനീന വിശ്വാസികൾക്കും ബിൽ ഹലാക്കി നാശം കൊണ്ട് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഅ്മിനീങ്ങളും നശിച്ചു പോകും എന്നവർ വാദിക്കാറുണ്ടായിരുന്നു. അമറ ബി അൻ യഖൂലു, അവരോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്, നഹ്നു മുഅ്മിനൂന മുതറബ്ബിസൂന ലി ഇഹ്ദൽ ഹുസനൈൻ, ഞങ്ങൾ വിശ്വാസികൾ മുതറബ്ബിസൂന കാത്തിരിക്കുന്നുണ്ട് ലി ഇഹ്ദൽ ഹുസനൈൻ, രണ്ടാലൊരു നന്മ. മരണമാണ് എന്നുണ്ടെങ്കിൽ മരണത്തിന് ശേഷം സ്വർഗമാകുന്ന ഒരു നന്മയെ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിലോ ഈ പോരാട്ടത്തിൽ വിജയം എന്നുള്ള ഒരു നന്മയെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മരണമാണെങ്കിലും ഹൈറ്, വിജയമാണെങ്കിലും ഹൈറ്, രണ്ടാൽ ഒരു നന്മ ഞങ്ങൾക്ക് കിട്ടും എന്നാണ്. നഷ്ടം എന്നുള്ള കച്ചവടം തന്നെ ഞങ്ങളുടെ കച്ചവടത്തിലില്ല. ഇമ്മാൻ നുഹ്ലിക മാത്തമ്മനു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മരണം സംഭവിക്കുക, ഫൻഖലിബു ഇലൽ ജന്നത്തി, ഞങ്ങളെ സ്വർഗത്തിലേക്ക് അള്ളാഹു മാറ്റുന്നതാണ്. ഔ നർഹമ ബിൻ നുസ്രത്തി അലൈക്കും, നിങ്ങൾക്കെതിരെ സഹായം നൽകിക്കൊണ്ട് ഞങ്ങളെ സഹായിക്കും, അങ്ങനെ വിജയം ഞങ്ങൾക്ക് കിട്ടും ചെയ്യും. ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അമ്മ അന്തും, അപ്പൊ നിങ്ങളോ, ഫമാദാ തസ്നഊൻ, നിങ്ങൾ എന്താണ് ചെയ്യുക? മൻ യുജീറുക്കും, ആരാണ് നിങ്ങളെ സംരക്ഷിക്കുക? വ അന്തും കാഫിറുൻ, നിങ്ങൾ നിഷേധികളായിരിക്കെ, വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് പോയി, നിങ്ങൾ കാഫിര്യങ്ങളായിരിക്കെ ആരാണ് സംരക്ഷിക്കുക? മിൻ അദാബിൻ അലീം ലാ മഫറ ലഹു മിൻകും, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനത്തെ അദാബ് അലീമിൽ നിന്ന്, വേദനയുള്ള ശിക്ഷയിൽ നിന്ന് ആരാണ് നിങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ അൽ മുറാദ് ബിൽ ഹലാക്കി അൽ മൗത്തു, മരണം, ഹലാക്ക് നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം സംഭവിക്കുക എന്നുള്ളത്. ഒബി റഹ്മത്ത് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ അയാത്ത് വന്നസ്രു, സഹായവും ജീവിതവും കിട്ടുക എന്നാണ്. അപ്പോൾ ഒരു പോരാട്ടത്തിന് ഞങ്ങൾ ഇറങ്ങി, അള്ളാഹു ഞങ്ങൾക്ക് വിജയം നൽകിയാൽ അൽഹംദുലില്ലാഹ് ഖൈറ്. ഇനി മരണം നൽകി, ഹലാക്കാണ് നൽകിയത് എന്നുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് ഞങ്ങളെ പോകുന്നത് കൊണ്ട് അതും ഞങ്ങൾക്ക് ഖൈറ്. അതേസമയം നിങ്ങളെ പോകാൻ കിടക്കുന്നത് നരകത്തിലേക്കാണ്, അതിൽ നിന്ന് നിങ്ങളെ ആരാണ് സംരക്ഷിക്കുക എന്ന് ചോദിച്ചു നോക്കുക. വീണ്ടും പറയുക, ഹുവർ റഹ്മാനും, അവൻ കാരുണ്യവാനായ അള്ളാഹുവാണ്. ആമന്ന ബിഹി, ആ കാരുണ്യവാനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വ അലൈഹി തവക്കൽനാ, അള്ളാഹുവിന്റെ മേൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളെയും പരമേൽപ്പിച്ചിരിക്കുന്നു. ഫസതഅലമൂന, പിന്നീട് നിങ്ങൾ അറിയുന്നതാണ്, മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, ആരാണ് വ്യക്തമായ വഴികേടിലുള്ളത് എന്ന്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഹുവർ റഹ്മാനു, അവൻ കാരുണ്യവാനായിരിക്കുന്ന അള്ളാഹുവാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യവാനാണ്. ആമൻ നബിയ, അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആ വിശ്വാസമാണ് നമ്മളുടെ ബലം. ആ വിശ്വാസമാണ് നാളെ പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തുക. അലൈഹി തവക്കല, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ അള്ളാഹുവിൻ്റെ മേൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മരണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ അള്ളാഹു നൽകുന്ന ഷഹാദത്താണ്, അത് ഞങ്ങൾ സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. അല്ല, വിജയം നൽകുകയാണെങ്കിൽ അത് അള്ളാഹു നൽകുന്ന വിജയമാണ്, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അപ്പോൾ അലൈഹി തവക്കൽ, അവൻ്റെ മേൽ കാര്യങ്ങളെല്ലാം ഞങ്ങളെ തവക്കുലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ വരമേൽപ്പിച്ചിരിക്കുന്നു. ഫസ തഅലമൂന, പിന്നീട് നിങ്ങൾ അറിയുന്നതാണ്. അവിടെ തഫ്സീർ ജലാലിനി ഫസ തഅലമൂന എന്നുണ്ട്, ഫസ യഅലമൂന എന്നുണ്ട്. നിങ്ങൾ അറിയുന്നു, അവരറിയുന്നു. താ ആകുന്ന സമയത്ത് നിങ്ങൾ എന്നുള്ളത് വരും, യാ ആകുമ്പോൾ അവർ എന്നുള്ളത് വരും. എപ്പോ അറിയും? ഇന്ത മുആയനത്തിൽ അദാബി, ശിക്ഷയെ നേർക്ക് നേർ കാണുന്ന സമയത്ത്. മുആയനത്ത് പറഞ്ഞാൽ അതിനുകൊണ്ട്, കണ്ണുകൊണ്ട് കാണുക, നേർക്ക് നേർ കാണുന്ന സമയത്ത് നിങ്ങൾ അറിയും. മൻ ഹുവ, ആരാണ് ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ. ളലാൽ എന്ന് പറഞ്ഞാൽ വഴിപിഴച്ചതിൽ. അപ്പൊ വഴികേടിൽ ആരാണ് എന്നുള്ളത് അറിയും. മുബീൻ എന്ന് പറഞ്ഞാൽ ബയ്യിനിൻ, വ്യക്തമായ വഴികേടിൽ ആരാണുള്ളത് എന്ന് പിന്നീട് നിങ്ങൾ അറിയും. അനഹനു, നമ്മളാണോ, അം അന്തു, നിങ്ങളാണോ, അം ഹും, അവരാണോ. അങ്ങനെ ഇടാൻ കാരണം എന്താ? ഫസ തഅലമൂന എന്ന് പറയുമ്പോൾ അന്തു എന്ന് വരും, നിങ്ങളാണോ ഞങ്ങളാണോ എന്ന് വരും. ഫസ യഅലമൂന എന്ന് പറയുമ്പോൾ അവർ എന്ന് പറയുന്നത് അം ഹും, അവരാണോ എന്ന്. അവിടെ താ കൊണ്ടും യാ കൊണ്ടും വന്നുകൊണ്ടാണ് അന്തെന്നും അം ഹും എന്നും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ തഅലമൂന, നിങ്ങൾ അറിയുന്നതാണ്,
മൈ ഇന്ദ മുആയനത്തിൽ അദാബി ശിക്ഷയെ നേർക്കുനേർ കാണുന്ന സമയത്ത് മൻ ഹുവ ഫി ളലാലിൻ മുബീൻ ആരാണ് വ്യക്തമായ വഴികേടിലുള്ളത് ബയ്യീന വ്യക്തമായ അനഹ്നു അം അന്തു നിങ്ങളാണോ ഞങ്ങളാണോ അം ഹും അതോ അവരാണോ എന്നറിയും. 29 ആയത്തും കഴിഞ്ഞ അവസാനത്തെ ആയത്ത് കുൽ നബി അവരോട് പറഞ്ഞു കൊടുക്കുക. അറഅയ്തു നിങ്ങൾ പറഞ്ഞു തരി ഇൻ അസ്ബഹ മാഉകുൻ ഗൗറൻ നിങ്ങളുടെ വെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഫമൻ യഅ്തീകും ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക ബിമാഇൻ മഈൻ ഒലിക്കുന്ന വെള്ളത്തെ. ഖുൽ നബിയെ നിങ്ങൾ പറയുക അറഅയ്തു നിങ്ങൾ പറഞ്ഞു തരും ഇൻ അസ്ബഹ അസ്ബഹ പറഞ്ഞാൽ ആയി മാറി മാഉക്കു നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം നിങ്ങളുടെ വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളമായി കഴിഞ്ഞാൽ ഗൗറൻ ഗൗറൻ എന്ന് പറഞ്ഞാൽ ഗായിറൻ ഫിൽ അർളി ഭൂമിയിൽ താഴ്ന്നു പോയി എന്ന് പറ്റിപ്പോയാൽ ഉണങ്ങിപ്പോയാൽ എന്ന് പറയും. കിണറുകൾ ഉണങ്ങിപ്പോവുക ഭൂമിയിലേക്ക് വെള്ളം താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഗൗറൻ എന്നുള്ളത് ഗായിറൻ ഫിൽ അർളി ഭൂമിയിലേക്ക് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഫമൻ യഅ്തീകും ആരാണ് കൊണ്ടുവന്ന് തരിക ബിമാ ഇൻ വെള്ളം കൊണ്ട് മഈൻ ഒഴുകുന്ന മഴ എന്നുള്ളതിന് അവിടെ ജാരിൻ എന്നാണ് ഉള്ളത്. ജാരി എന്ന് പറഞ്ഞാൽ ഒഴുകിപ്പോകുന്ന വെള്ളത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആരാണ് തരിക. തനാലുഹുൽ അയാദി നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നത് നാലാറിന് കഴിഞ്ഞാൽ എടുക്കുക കിട്ടുക എന്നുള്ളത്. അപ്പൊ തനാലുഹുൽ അയാദി കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒഴുകുന്ന വെള്ളത്തെ വദ്ദില ഈ ബക്കറ്റുകളെ കൊണ്ട് ദൽവ് ദില ബക്കറ്റുകളെ കൊണ്ട് എടുക്കാൻ കഴിയുന്ന വെള്ളത്തെ ആരാണ് തരിക. കമാ ഈ കുഞ്ഞുങ്ങളുടെ പേരുള്ള വെള്ളം പോലെ. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് വെള്ളം. ആ വെള്ളം ഭൂമിയിലേക്കാണ് താഴ്ന്നു പോയി എന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈ കൊണ്ടെടുക്കാൻ ബക്കറ്റ് കൊണ്ടെടുക്കാനൊക്കെ ഇപ്പൊ നിങ്ങൾ എടുക്കുന്നത് പോലെ എടുക്കാൻ ആരാണ് നിങ്ങൾക്ക് വെള്ളം നൽകുക. ഐ അതായത് ഈ തഫ്സീർ അവിടെ കൃത്യമായിട്ട് ജലാലിനി പറയാണ് ലാ യഅ്തി ബിഹി ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ മറ്റൊരാളും നിങ്ങൾക്ക് അത് നൽകുകയില്ല. ഫകൈഫ തുൻകിറൂന അൻ യബ്അസകും ഫകൈഫ തുൻകിറൂന നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത് അയ്യബാസക്കും നിങ്ങളെ പുനർജീവിപ്പിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് അള്ളാഹു നൽകുക ഓരോ ആയിരക്കണക്കിന് സൗകര്യങ്ങളിൽപ്പെട്ട ഒന്ന് മാത്രമാണ് വെള്ളം. ആ ഒരു വെള്ളം അള്ളാഹു ഭൂമിയിലേക്കാണ് താഴ്ത്തി കളഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് തരാൻ മറ്റൊരാളില്ല, അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല. പിന്നെ ആരാണ് നിങ്ങൾ എങ്ങനെയാണ് അങ്ങനത്തെ ഒന്നിനെ കുറിച്ചാണ് ഇങ്ങനെ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞു. അപ്പോ ആ അള്ളാഹുവിനെ നിങ്ങളെ ഒന്ന് പുനർജീവിപ്പിക്കാൻ കഴിയൂലേ? എങ്ങനെയാണ് കൈഫത്തും കിറൂനെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും അയ്യബാദക്കും നിങ്ങളെ പുനർജീവിപ്പിക്കാൻ. വയുസ്തഹബു സുന്നത്താണ് അയ്യഖൂലുൽ ഖാരിഉ ഇവിടെ പാരായണം ചെയ്യുന്നവൻ പറയല് അഖിബ മഈൻ മഈൻ എന്നുള്ള പദത്തിന്റെ ഉടനെ എന്ത് പറയണം? ആരാ വെള്ളം തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായിരിക്കുന്ന അള്ളാഹു ഞങ്ങൾക്ക് വെള്ളം നൽകും എന്ന് പറയണം. കമാ വറദ ബിൽ ഹദീസിൽ അങ്ങനെ വന്നിരിക്കുന്നു. വറദാറിന് വന്നിരിക്കുന്നു. അപ്പൊ ഹദീസിൽ വന്നതനുസരിച്ച് ഒമയ്യത്തീക്കും ബിമാഇൻ മഈൻ ആരാണ് നിങ്ങൾക്ക് വെള്ളം നൽകുക എന്ന് ഓതുന്ന ഒരാൾ പറയൽ സുന്നത്തുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായിരിക്കുന്ന അള്ളാഹു ആണ് ഞങ്ങൾക്ക് വെള്ളം നൽകുക എന്ന് പറയൽ സുന്നത്തുണ്ട്. ഇതോടുകൂടെ സൂറത്തുൽ മുൽക്കിലെ തബാറക്കയിലെ 30 ആയത്തും കവറായി. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത സൂറത്തുമായി കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.